12 വയസ്സ് മാത്രം പ്രായം വരുന്ന മൂത്ത കുട്ടിയാണ് തന്റെ ഇളയ സഹോദരിയെ 4 മാസം പ്രായം വരുന്ന കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊല്ലുന്നത്. ഇതിന്റെ കാരണം അറിയുമ്പോഴാണ് നമ്മളൊക്കെ ഷോക്കിംഗ് ആവണത്. എന്തുകൊണ്ടാണ്? തനിക്ക് കിട്ടേണ്ട സ്നേഹം അത് ഡിവൈഡ് ചെയ്തു പോവും. അതല്ലെങ്കിൽ അച്ഛനും അമ്മക്കൊന്നും എന്നെ പ്രോപ്പറായിട്ട് സ്നേഹിക്കാനുള്ള സമയമില്ല, അങ്ങനെ ഒരു തോന്നൽ നിന്നാണ് ഈ കുട്ടി ഈ ഒരു കൊലപാതകം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കാരണക്കാരാരാണ്? ഞാൻ പറയും നമ്മൾ തന്നെയാണ് ഇതിന്റെ കാരണക്കാര്. നമുക്കൊക്കെ ഉള്ള ഒരു ശീലമാണ്, കുടുംബത്തിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ മൂത്ത കുട്ടികളോട് നമ്മൾ പറയും, ഇനി നിന്നെ ആർക്കും വേണ്ട, നിന്നെ തോട്ടിൽ നിന്ന് കിട്ടിയതാണ്, അതല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, പൂരത്തിന് പോയപ്പോ അവിടുന്ന് വാങ്ങിക്കൊണ്ടെന്നാണ്, ഇനി അച്ഛനും അമ്മയൊന്നും നിനക്കൊന്നും വാങ്ങിത്തരില്ല. ഈ രീതിയിലെ പല കാര്യങ്ങൾ പറഞ്ഞ് ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു വിഷം കുത്തിവെക്കും. നമ്മളിത് തമാശയിൽ പറയുന്നാവും, പക്ഷെ ആ ചെറിയ മനസ്സിന്റെ ഉള്ളിൽ അത് വലിയൊരു വിസ്ഫോടനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷമായിട്ട് മാറുന്നു. ഇതിൽ നിന്ന് ആ മൂത്ത കുട്ടി ചെറിയ കുട്ടിയെ ലൈറ്റായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുന്നു, ചിലപ്പം പിച്ചാൻ തുടങ്ങുന്നു, അതല്ലെങ്കിൽ നുള്ളാൻ തുടങ്ങുന്നു, അവരെ കരയിപ്പിക്കുന്നു. ഈ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇതിനെയാണ് നമ്മൾ സിബ്ലിങ്സ് റിബിലറി എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള വേർഷൻ ആണ് ഈ രീതിയിൽ കൊലപാതകത്തിൽ വരെ അവസാനിക്കുന്നത്. നമ്മൾ ഇതേ ഒരു സാഹചര്യം എന്റെ വീട് അപ്പുവിന്റെയും എന്ന് പറയുന്ന സിനിമയിൽ കണ്ടതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മാതാപിതാക്കൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം, ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടൈം നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം, ചെറിയ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അമ്മമാര് അവരെ മുലയൂട്ടാനും ആ രീതിയിലുള്ള തിരക്കിലാവും. അച്ഛനാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മൊബൈൽ ഫോണോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ ബിസി ആവും. ഈ രണ്ടാളുകളും കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. അതോടുകൂടി മൂത്ത കുട്ടിന്റെ ഉള്ളിൽ എന്താ തോന്നുന്നത്? ഇനി എന്നെ വേണ്ട, ഇനി ചെറിയ കുട്ടിയെ മതി. ഈ ഒരു ദേഷ്യം അവരിൽ ഡെവലപ്പ് ചെയ്യാണ്. ഇങ്ങനെ ചെറിയ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മാതാപിതാക്കൾ ക്വാളിറ്റി ഉള്ള ഒരു ടൈം മൂത്ത കുട്ടിക്ക് കൊടുക്കണം. നീയും ഈ കുടുംബത്തിൽ അംഗം തന്നെയാണ്, നിന്നെയും എല്ലാവർക്കും സ്നേഹമുണ്ട്, നിനക്കും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിത്തരും. ഈ ഒരു കോൺഫിഡൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല.